നമ്മളെ കൊണ്ട് ഉപയോഗിക്കുന്ന എല്ലാ സോഴ്സും ഈ കാര്യത്തിൽ ഉപയോഗിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ് ഞാൻ. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരാൾ പോലും അവരെ പ്രൊവോക്ക് ചെയ്യരുത്, ഒരാൾ പോലും ഇങ്ങനത്തെ കമൻറ്റുകൾ ഇടരുത്. കാരണം ഇതൊരു രാജ്യത്തിൻ്റെ എഫേർട്ടാണ്. അതിൻ്റെ ന്യായമന്യായങ്ങളിലേക്ക് ഒന്നും നമുക്ക് കടക്കാൻ പറ്റത്തില്ല. കാരണം അവരുടെ സാഹചര്യം എന്താണെന്നോ അവരുടെ വശം എന്താണെന്നോ നമ്മൾ കേട്ടിട്ടില്ല. നമ്മൾ മാധ്യമങ്ങൾ വന്ന കാര്യം മാത്രമാണ് കേട്ടത്. നമ്മളെ സംബന്ധിച്ച് ഈ വരുന്ന ആള് ഒരു കമന്റ് ഇടുക, പക്ഷെ ഇത് വായിക്കുന്ന ആൾക്ക് അവരുടെ ജീവിതത്തെയാണ് ബാധിക്കുന്നത്, അവരുടെ മനസ്സിനെയാണ് ബാധിക്കുന്നത്. ശ്രീ ചാണ്ടി ഉമ്മൻ ഇവിടെ പറഞ്ഞതുപോലെ യമൻ പ്രസിഡന്റിന് അധികാരമുള്ള മേഖലയല്ല ഉത്തര യമനാണ്. ഹൂത്തികൾക്കാണ് അവിടെ ഭരണ നിയന്ത്രണമുള്ളത്. അതും വളരെ സങ്കീർണമായ ഗോത്ര വിഭാഗങ്ങളുടെ നിയമം നടപ്പാകുന്ന അല്ലെങ്കിൽ അവരുടെ ഭരണ സംവിധാനം നിലനിൽക്കുന്ന ഇടമാണ്. അപ്പോൾ ഒരേ ഒരു വഴി എന്ന് പറയുന്നത് അവരെ കൺവിൻസ് ചെയ്യിക്കുക, ഉദാരമായ സമീപനത്തിന് അവരെ പ്രേരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഗുണപരമായി തന്നെ വന്ന് ഭവിക്കുന്നുണ്ട് എന്നാണോ താങ്കൾക്ക് തോന്നുന്നത്? ഇവിടെ ഇപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എടുത്തിട്ടുള്ള ശ്രമങ്ങളെ അവിടുത്തെ തന്നെ മാധ്യമങ്ങൾ കൃത്യമായും അത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ മോഡിൽ, അതായത് ആ കുടുംബത്തെ കൺവിൻസ് ചെയ്യിക്കുക എന്ന മോഡിൽ മുൻപോട്ട് പോയാൽ ആത്യന്തികമായി വിജയമുണ്ടാകും, പ്രതീക്ഷ ഉണ്ടാകും എന്ന് തോന്നുന്നോ? തീർച്ചയായിട്ടും അവരെ കൺവിൻസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഫൈനൽ സൊല്യൂഷൻ. ബിക്കോസ് അവരുടെ കയ്യിലാണ് ഇനി നിയമത്തിൻ്റെ ലൂപ്പ് ഹോൾ ഉള്ളത്. ആ ലൂപ്പ് ഹോൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണമെങ്കിൽ അവരെ കൺവിൻസ് ചെയ്യണം. ആ കൺവിൻസിങ്ങിന് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. ഇപ്പം നമുക്കറിയാം, ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ, ഈ വാർത്ത വന്നതിന് ശേഷമുള്ള ആദ്യത്തെ കുറേ ദിവസങ്ങൾ മാത്രമല്ല, ഈ വാർത്ത വരുന്നതിന് മുമ്പ് കഴിഞ്ഞ ഒരു 1.5 വർഷക്കാലം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ച കാര്യമാണ്. അവിടെ ഈ ഒരു വാർത്ത വന്നതിന് ശേഷം വിവിധ ചേരിയിലുള്ളവർ ഒന്നിച്ച് വരുന്ന കണ്ടില്ലേ. മുഖ്യമന്ത്രി കത്തയച്ചു, ഗവർണർ സജീവമായി ഇടപെട്ടു, സജീവമായി ആൾക്കാരോട് സംസാരിച്ചു, പല രാജകുടുംബങ്ങളുമായിട്ട് സംസാരിച്ചു. അതുപോലെ തന്നെ കാന്തപുരം ഉസ്താദ് അദ്ദേഹത്തിന് ചെയ്യാവുന്ന അദ്ദേഹത്തെ ലീഗൽ സ്പിരിച്വൽ സർക്കിൾസിൽ ആ കാര്യങ്ങളിൽ ഇടപെട്ട് ശക്തമായി വലിയ ഒരു പ്രവർത്തനം നടത്തുമ്പോൾ, അതുപോലെ തന്നെ സാജൻ ലത്തീഫ് എന്ന് പറഞ്ഞ വ്യവസായ പ്രമുഖൻ, അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാവുന്ന അദ്ദേഹം ചെയ്യുമ്പോൾ, പല ആൾക്കാർ ദീപ ജോസഫ്, സുഭാഷ് ചന്ദ്രൻ അടക്കമുള്ളവർ അവരെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാം ചെയ്യുമ്പോൾ, മറുവശത്തെ ഇങ്ങനൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തുന്നു. നിങ്ങൾ ഓർത്ത് നോക്കൂ, മറ്റൊരു രാജ്യത്തായിരുന്നെങ്കിൽ എന്തായിരുന്നു ഇതിൻ്റെ സാഹചര്യം? നമുക്കറിയാം, ഊഹത്തിന് നമുക്ക് അമേരിക്കയിലെ ഒരു പൗരനെ നോർത്ത് കൊറിയ പിടിച്ചു വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ ഒരു സാഹചര്യമാണ്. അമേരിക്കൻ സിറ്റിസൺ ആ നോർത്ത് കൊറിയൻ്റെ ഇൻ്റർവ്യൂ പബ്ലിഷ് ചെയ്താൽ എന്തായിരിക്കും അമേരിക്കയിലെ റിയാക്ഷൻ? നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് മാത്രമേ സംഭവിക്കൂ, പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രമേ സംഭവിക്കൂ, മറ്റൊരു സംസ്ഥാനത്ത് സംഭവിക്കത്തില്ല. നമ്മുടെ ഒരാൾ ജീവന് വേണ്ടി നിൽക്കുകയാണ്. ആ ജീവൻ്റെ വില മനസ്സിലാക്കുന്നവർക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ സാധിക്കത്തില്ല. അതിൻ്റെ എന്ത് വശം വേണേ ആയിക്കോട്ടെ, അത് നിങ്ങൾ പബ്ലിഷ് ചെയ്യരുത്. എനിക്ക് അത് മാത്രമേ റിക്വസ്റ്റ് ഉള്ളൂ. നിങ്ങൾക്കതൊരു അവരുടെ വോയിസ് ഇവിടെ അങ്ങനെ പബ്ലിഷ് ചെയ്യുമ്പോൾ അവരുടെ രാജ്യത്തുണ്ടാവുന്ന ഇമ്പാക്റ്റ്, ഈ രാജ്യത്തുണ്ടാവുന്ന ആൾക്കാരുടെ ഇമ്പാക്റ്റ്, ആ കുടുംബത്തിൻ്റെ മനസ്സിൽ നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടെ നിൽക്കുമ്പോൾ ഇങ്ങനെ വാർത്ത കേൾക്കുമ്പോൾ ഞാൻ ആ വാർത്ത കേട്ട് ഞാൻ ഷോക്ക്ഡായി പോയി. കാരണം നമ്മളിവിടെ വളരെ എഫേർട്ട് എടുക്കുമ്പോൾ യമനിൽ ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാക്കാവുന്ന ഒരു വാർത്ത, കേരളത്തിൽ ആ കുടുംബത്തിനുൾപ്പെടെ വളരെ വിഷമം ഉണ്ടാക്കാവുന്ന ഒരു വാർത്ത, നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് പ്രൊവോക്കേഷൻ ഉണ്ടാകുന്ന ഒരു വാർത്ത വരുമ്പോൾ അത് തീർച്ചയായിട്ടും വളരെയധികം വിഷമമുണ്ടാക്കുമ്പോൾ ഒത്തിരി പേര് എന്നെ ഇത് കണ്ട് വിളിച്ചു. എന്നെ ഒത്തിരി പേര് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ നടക്കുന്നു, ഇത് അവോയ്ഡ് ചെയ്യണം. ഓരോരുത്തരും നമ്മുടെ കമൻറ്റുകൾ ഇടുന്നു, അതും ഇതും പറഞ്ഞ് കമൻറ്റ് ഇടുന്നു, അവരുടെ പ്രൊവോക്കേഷൻ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ, ഇത്രയും നാൾ എല്ലാവരും ചേർന്നൊരു രാജ്യം മുഴുവൻ, രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ മുഴുവൻ അവർക്ക് ചെയ്യാവുന്നത് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാക്കി അത് തകർക്കുന്നത് ഒരു നല്ലൊരു കാര്യമല്ല. അത് നമ്മുടെ ഒരു കുടുംബത്തിൽ, നമ്മുടെ ഒരു സഹോദരിക്ക് നമ്മളെ എംപത്തറ്റിക് ആവണം. എനിക്കതാണ് പറയാനുള്ളത്. എംപത്തറ്റിക് ആവണം ഈ സിറ്റുവേഷനിൽ. അവരുടെ ഷൂസിലോട്ട് കയറി നിന്നിട്ട് അതൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഒരു സഹോദരി ഇങ്ങനൊരു അവസ്ഥ വന്നാൽ നമ്മളൊരു കമൻറ്റോ നമ്മുടെ ഒരു ആവശ്യമോ ഇങ്ങനെ ഉന്നയിക്കുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് വളരെ വളരെ സെൻസിറ്റീവായിട്ടൊരു മാറ്ററാണ്. ആ സെൻസിറ്റീവ് മാറ്ററിൽ പ്രത്യേകിച്ച് നമ്മുടെ ഒരു സഹപ്രവർത്തകർക്ക് ഇത് ഉണ്ടാവുമ്പോൾ അത് വളരെ എമ്പതിയോടുകൂടി കാണണം എന്നുള്ളതാണ് അഭ്യർത്ഥന. ഇനിയെങ്കിലും ഈ തരത്തിലെ സോഷ്യൽ മീഡിയ ആര് വേണമെങ്കിൽ ഇതിനകത്ത് ഇൻവോൾവ് ആവട്ടെ. ഞാനതാ പറയുന്നത്, എല്ലാ പിടിവള്ളിയും ഞാൻ ഉപയോഗിക്കാൻ ശ്രമിച്ചു. ഞാൻ പറഞ്ഞത്, ഞാൻ അമേരിക്കൻ സ്പീക്കറിനുൾപ്പെടെ ഇന്ത്യയിലെ ഇന്നും ബ്രിട്ടീഷ് പാർലമെന്റിലെ MP-യോട് ഒരു ചോദ്യം ചോദിക്കണമെന്ന് പറയാൻ വേണ്ടി അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ കൊണ്ട് ഉപയോഗിക്കുന്ന എല്ലാ സോഴ്സും ഈ കാര്യത്തിൽ ഉപയോഗിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ് ഞാൻ. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരാൾ പോലും അവരെ പ്രൊവോക്ക് ചെയ്യരുത്, ഒരാൾ പോലും ഇങ്ങനത്തെ കമൻറ്റുകൾ ഇടരുത്. കാരണം ഇതൊരു രാജ്യത്തിൻ്റെ എഫേർട്ടാണ്. അതിൻ്റെ ന്യായമന്യായങ്ങളിലേക്ക് ഒന്നും നമുക്ക് കടക്കാൻ പറ്റത്തില്ല. കാരണം അവരുടെ സാഹചര്യം എന്താണെന്നോ അവരുടെ വശം എന്താണെന്നോ
നമ്മൾ കേട്ടിട്ടില്ല. നമ്മൾ മാധ്യമങ്ങൾ വന്ന കാര്യം മാത്രമാണ് കേട്ടത്. ഞാനിന്നൊരു ഡോക്ടർ ചെറിയാനോടുമായിട്ട് സംസാരിക്കും. അദ്ദേഹം 6 ഹാർട്ട് ഓപ്പറേഷൻ ചെയ്തു കൊടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്ന ആളാണ്. ഈ സാജൻ ലത്തീഫ് ഈ കുടുംബത്തിന്റെ ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ തയ്യാറായ ആളാണ്. യമനി, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, യമനിലെ ഒരു ബിസിനസ്സുകാരൻ, അദ്ദേഹം ഹാർട്ട് ഓഫ് ദ സിറ്റിയിൽ കുറച്ച് സ്ഥലം വരെ കൊടുക്കാൻ തയ്യാറായ, അങ്ങനെ യമനിലെ ആൾക്കാർ പോലും ഈ ഒരു സാഹചര്യത്തിൽ ഇടപെട്ട് നിമിഷപ്രിയയ്ക്ക് നീതി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ആളുകൾ ഈ കാര്യത്തിൽ ഇങ്ങനൊരു സമീപനം എടുക്കരുത്. അത് വലിയ അന്യായമായിരിക്കും. നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കണം. നമ്മളെ സംബന്ധിച്ചൊരു കമൻറ്റാ, ഒരു പോയിന്റ് ഞാനിത് അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് പറയാം. നമ്മളെ സംബന്ധിച്ച് ഈ വരുന്ന ആള് ഒരു കമന്റ് ഇടുക, പക്ഷെ ഇത് വായിക്കുന്ന ആൾക്ക് അവരുടെ ജീവിതത്തെയാണ് ബാധിക്കുന്നത്, അവരുടെ മനസ്സിനെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് അത് ആലോചിച്ചിട്ട് മാത്രമേ ഒരു കമന്റ് പോലും ഇടാവുള്ളൂ. ഈ കാര്യത്തിൽ വളരെ സംവേദനം പാലിക്കണം എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായിട്ടും.